ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ച് ശുശ്രൂഷയിൽ വളരാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു അവസര ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരല്പസമയം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. രണ്ട് കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ ഇങ്ങനെ വിരിച്ചു പിടിച്ച്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ രണ്ട് കരങ്ങൾ ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചേ. ഒന്ന് കണ്ണടച്ചേ, നന്നായിട്ട് നിവർത്തി ഇങ്ങനെ വിരിച്ചു പിടിച്ചോണം. കണ്ണടച്ചേ. എന്നിട്ട് പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞാനിതാ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരവും സമർപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പറന്നിറങ്ങട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. രണ്ട് കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണുകളടയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് നിന്റെ മനസ്സിൽ, നിന്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന രൂപരഹിതമായ ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരും. എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ രൂപരഹിതമായ ചില കാര്യങ്ങൾ. നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത ഭാരം, ജോലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭാരം, സാമ്പത്തികമായ കടബാധ്യത, മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ഭാരം, വിവാഹം നടക്കുന്നില്ല എന്നുള്ള ദുഃഖം, ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ഒരു വാതിലും തുറക്കപ്പെടുന്നില്ല എന്നുള്ള സങ്കടം, വീട്ടിലെ ചില ബന്ധ തകർച്ചകളുടെ പേരിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടാത്ത അവസ്ഥ. പരിശുദ്ധാത്മാവേ, രൂപരഹിതമായ എൻ്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ. ശൂന്യത നിന്റെ ഉള്ളിലുണ്ടാവും, പല വിഷയങ്ങളിലും ശൂന്യത. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ചില ശൂന്യത നിന്നെ ഇങ്ങനെ വട്ടയിട്ട് പിടിക്കുന്നില്ലേ? ജീവിതത്തിൽ ആരെയും സ്നേഹിക്കാൻ തോന്നുന്നില്ല, ജീവിത പങ്കാളിയെ അംഗീകരിക്കാൻ തോന്നുന്നില്ല, ഒരു സ്നേഹം തോന്നുന്നില്ല, വല്ലാത്ത ശൂന്യത. പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ജപമാല ചൊല്ലാൻ തോന്നുന്നില്ല, വചനം വായിക്കാൻ തോന്നുന്നില്ല, വല്ലാത്തൊരു ഡ്രൈനസ്, ബോറായിട്ട് തോന്നുന്നു. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോളൂ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ശൂന്യത ഏതുമായിക്കൊള്ളട്ടെ, അതിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പറന്നിറങ്ങും. രൂപരഹിതമായവയ്ക്ക് മുകളിൽ, ശൂന്യമായവയ്ക്ക് മുകളിൽ പറന്നിറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങും. അന്ധകാരം, ചില അന്ധകാരം, ഇരുട്ട് നമ്മളെ വട്ടമിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. നിന്നെ പിടികൂടിയിരിക്കുന്ന ഇരുട്ട്, അതേതാണോ ആ മേഖലയിൽ ഒരു പ്രകാശം നിറയാൻ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിക്കണം. ഇരുട്ട് നിന്റെ ഉള്ളിലുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് പോലും പ്രകാശമാനമായ രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത വണ്ണം എല്ലാ കാര്യത്തിലും നെഗറ്റീവ് മാത്രം തലയിൽ വരുന്നു. ചില ഇരുട്ട് നമ്മളെ പിടികൂടിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിലുള്ള അന്ധകാരത്തെ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എടുത്തു മാറ്റണമേ. സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ ശക്തമായി പറന്നടിച്ച പരിശുദ്ധാത്മാവേ, ആ കാറ്റ് എൻ്റെ മേലും വീശണമേ. രണ്ട് കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള രൂപരഹിതമായ ശൂന്യമായ ഭയത്തിൻ്റെ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, സാരമില്ല. ഇത് നിന്റെ കർത്താവ് നിന്നിൽ ഇടപെടുന്ന സമയമാണ്.
നിന്റെ ജീവിതത്തിൽ ഇന്നോളം നിനക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, മറിച്ച് ഈ സമയത്ത് നിന്റെ ജീവിതത്തെ സമർപ്പിക്കാമെങ്കിൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പറന്നടിക്കും. നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടും. നിന്റെ ഉള്ളിലുള്ള നീറുന്ന പ്രശ്നങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. രൂപരഹിതമായവയ്ക്ക് മുകളിൽ, ശൂന്യമായവയ്ക്ക് മുകളിൽ, അന്ധകാരമായവയ്ക്ക് മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു എങ്കിൽ അതേ ചൈതന്യം എന്നിലും ഇപ്പോൾ ചലിക്കട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എൻ്റെ ഉള്ളിലും ചലിക്കട്ടെ. കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് എല്ലാവരും ചേർന്ന് ആഗ്രഹിച്ചൊന്ന് പാടിക്കേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ ശക്തിയേകി. നാളുകൾക്ക് മുമ്പ് ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നൊരു ഭർത്താവ് മദ്യപാനിയാണ്. ഭാര്യയുടെ പരാതിയാണ്, അച്ഛാ കുടിയനാണ് കുടിയൻ. പറഞ്ഞു ഞാൻ മടുത്തച്ഛാ. ഞാൻ ചോദിച്ചു ഈ സഹോദരിയോട്, ഭർത്താവിനോട് സംസാരിക്കാറുണ്ടോ? എന്നാ സംസാരിക്കാനാ? ഈ കുടിച്ചു വരുന്ന ഈ മനുഷ്യനോട് എന്നാ സംസാരിക്കാനാ? ഞാൻ മടുത്തു. ഞാൻ ഈ ഭർത്താവിനെ കുറച്ച് ദിവസം ഈ ധ്യാന മന്ദിരത്തിൽ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നിർത്തി. അദ്ദേഹം അത്യാവശ്യം നോർമൽ സ്റ്റേജിലൊക്കെ എത്തിയപ്പോൾ ഞാൻ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കുറേ സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ചെറുപ്പത്തിൽ അപ്പൻ മരിച്ചുപോയി. അപ്പൻ്റെ മരണം ഇദ്ദേഹത്തെ താങ്ങാൻ പറ്റിയില്ല. വിഷം കഴിച്ചാണ് അപ്പൻ മരിച്ചത്. ആ മരണത്തോടുകൂടി വല്ലാത്ത ഭാരം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വന്നു. ചെറുപ്പത്തിൽ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥ. ഇദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരുന്ന് പറയാം, അച്ഛാ ഞാൻ മദ്യപാനം ആരംഭിച്ചത് ആ ഒറ്റപ്പെടലിൽ നിന്നും എൻ്റെ അപ്പൻ്റെ മരണം എന്നിൽ ഏൽപ്പിച്ച വിഷമത്തിൽ നിന്നൊക്കെ മറികടക്കാനാണ്. പക്ഷേ അതാരും ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല. അച്ഛനാണ് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്നത്. അച്ഛാ എന്നെ ഭാര്യ കുറ്റപ്പെടുത്തും, എൻ്റെ മറ്റുള്ളവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തും. അച്ഛാ എൻ്റെ ഉള്ളിലുള്ള വിഷമം ഒരു മനുഷ്യനും മനസ്സിലാവുന്നില്ല. ഇതെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യപാനം മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾക്കൊക്കെ അടിമകളായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുടെ ഉള്ളിലുള്ള അവസ്ഥ വചനം പഠിപ്പിക്കുന്നു. തടവുകാർക്ക്, തടവിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതരായിട്ടുള്ളവർക്ക് സ്വാതന്ത്ര്യം, അന്ധരായിട്ടുള്ളവർക്ക് കാഴ്ച. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ദിവസത്തെ വലിയ സമ്മാനമാണിത്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട വചനമാണ്. യെശയ്യായുടെ പ്രവചനം 61-ാം അധ്യായം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 61 വേഴ്സ് 1. 1ഉം 2ഉം തിരുവചനം ഒന്ന് വായിച്ചേ. യെശയ്യായുടെ പ്രവചനം 61-ാം അധ്യായം. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ 61-ാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള വലിയ ഒരു പ്രവചന വചനമാണ്. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുക. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. യെസ്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ വചന ശുശ്രൂഷ നടത്തപ്പെടുന്നത്, ഒരു വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുന്നത് എന്തിനു വേണ്ടി?
നിങ്ങൾ ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്തിനു വേണ്ടി? കൃത്യമായ ഉത്തരം വചനം പഠിപ്പിക്കുന്നു. ചില മേഖലകളിൽ ചില ദൈവിക ഇടപെടലുകൾ സംഭവിക്കണം. വചനം പറയാണ്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കണം. ഹൃദയം തകരുന്ന അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൃദയം തകർന്ന് ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹൃദയം തകർന്ന് ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായി ഉണ്ടോ? ഹാർട്ട് അറ്റാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഹൃദയാഘാതം, അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം തകരുക, ഹാർട്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം എന്ന് പറയുന്ന നമ്മുടെ ഓർഗൻ, അവയവം തകരുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന അവസ്ഥ, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന വിഷമം, സങ്കടം, ഭാരം. ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്നേഹത്തോട് ബന്ധപ്പെടുത്തിയാണ്. ഹാർട്ട് ഈക്വൽ ടു ലവ്, ഹൃദയം സമം സ്നേഹം. അങ്ങനെയല്ലേ? അല്ലേ? ഐ ലവ് യു എന്ന് പറയുമ്പോൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നത് എന്താ? ലവിൻ്റെ സ്ഥാനത്ത് ഹാർട്ടിൻ്റെ ഇമേജാണ്. ചുമന്ന ഹാർട്ട്, പച്ച ഹാർട്ട്, വെള്ള ഹാർട്ട്, അല്ലേ? പലതരം കളറുകളൊക്കെ അവൈലബിൾ ആണ് വാട്സപ്പിലെ. ഹാർട്ട് ഈക്വൽ ടു ലവ്, സ്നേഹമെന്ന് പറയുന്നതാണ് ഹൃദയം. അപ്പൊ സ്നേഹത്തിൽ വിള്ളലുകൾ ഉണ്ടാവുന്നതാണ് ഹൃദയത്തിൻ്റെ മുറിവ്. അത് ഉള്ളിലാണ് ഉണ്ടാവുന്നത്. ഈ മുറിവ് അവിടെ കിടന്നാൽ നമ്മുടെ സ്വഭാവത്തെ മുഴുവൻ നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കട്ടെ, ഉള്ളിലുണ്ടാവുന്ന വേദനയാണോ പുറമേ ഉണ്ടാവുന്ന വേദനയാണോ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്? കേട്ടില്ല. ഓൺലൈനിലുള്ളവർക്കും പറയാം. അതായത് ഉള്ളിലുള്ള വേദനയാണോ പുറമെയുള്ള വേദന? പുറമേയും വേദനയുണ്ടല്ലോ. ഇപ്പൊ കൈ ഒടിഞ്ഞു, വേദനയുണ്ട്. കാലൊടിഞ്ഞു, വേദനയുണ്ട്. ആ വേദനയാണോ ഉള്ളിലുള്ള വേദനയാണോ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്? ഉള്ളിലുള്ളത്. കാരണം പറ. കാരണം എന്താ? കാരണം മറ്റുള്ളവർക്കാർക്കും നിന്റെ ഉള്ളിലുള്ള വേദന മനസ്സിലാവില്ല. നിന്റെ ഉള്ളിലാണത്. നിന്റെ ഉള്ളിലാണ് ആ വേദന കിടക്കുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവർ ചോദിക്കും, നിനക്ക് എന്നാ പറ്റി? നീ ഇങ്ങനെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആവേണ്ടത്. നീ മിടുക്കനാവും. പറ്റണ്ടേ? ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ, ഉള്ളിൽ ഭാരം ഉണ്ടെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് നമ്മളെ ഉപദേശിക്കാം, മറ്റുള്ളവർക്ക് നമ്മളെ കുറ്റപ്പെടുത്താം, മറ്റുള്ളവർക്ക് നമ്മളെ പലതരത്തിൽ വിഷമിപ്പിക്കാം. പക്ഷേ ഉള്ളിൽ കിടക്കുന്ന ഈ അവസ്ഥ, ഇത് നമുക്ക് മാത്രമേ മനസ്സിലാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ ഈ വചന ശുശ്രൂഷ സമയത്ത് എന്നോടും നിന്നോടും പറയുന്ന കാര്യം, ഹൃദയം തകർന്ന അവസ്ഥ. വചനം പഠിപ്പിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും. കണ്ടോ? പുറമെയുള്ളതല്ലെന്ന് അകത്ത്. കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷകൻ, വളരെ പ്രശസ്തനായ ശുശ്രൂഷകനാ, അദ്ദേഹം സംസാര മധ്യത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം, അച്ഛാ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ബ്രദറെ, നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ട്, എന്തിനെങ്കിലും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണോ? അപ്പം അദ്ദേഹം പറയാം, അച്ഛാ കാര്യം ശരിയാ, ഞാൻ വചന ശുശ്രൂഷയൊക്കെ നന്നായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് വർഷം മുമ്പുണ്ടായ ഒരു സംഭവം, അതെൻ്റെ ഈ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുക. ഞാൻ ചോദിച്ചു, അത് കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടല്ലോ. അതേ, എന്നോടൊരാൾ പറഞ്ഞൊരു കാര്യം, അതെൻ്റെ തലയ്ക്കകത്ത് കിടക്കുന്നു. എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര വെറുപ്പ്. വലിയ ശുശ്രൂഷകനാ. അദ്ദേഹം എന്നോട് പറയാം, അച്ഛാ ഇതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും, ഓർക്കും തോറും ഭാരം, വെറുപ്പേ, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമയെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കും, പക്ഷേ അച്ഛാ എനിക്ക് ഈ കാര്യം ഓർക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ ഇങ്ങനെ കിടക്കുക, പുറമെ നല്ല പ്രസംഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാ. നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു, നമ്മളെ പീഡിപ്പിക്കുന്നു, കെട്ടിയിട്ടിരിക്കുന്നു. പിശാച് ചില കാര്യങ്ങൾ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നു. ഇത് നമ്മൾ പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇങ്ങനെയുള്ള ചില അടിമത്തങ്ങൾ ഉണ്ട്. ഇന്ന് ഈശോ നിനക്കും എനിക്കും നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാവോ? ഈ മേഖലയിൽ ഒരു സ്വാതന്ത്ര്യം
അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, വിടുതൽ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. എന്ത് നൽകാൻ? വിടുതൽ. പറഞ്ഞേ വിടുതൽ. ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡെലിവറൻസ് എന്നാണ്. വിടുതൽ. വിടുതൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കെട്ടഴിക്കുക, കെട്ടിയിട്ടിരിക്കുന്ന ഒന്നിനെ അഴിക്കുക, റിലീസ് ചെയ്യുക. നിന്നെ ഏതെങ്കിലും തിന്മ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ കെട്ടിയിട്ടിരിക്കുന്ന തിന്മയിൽ നിന്നും നിന്നെ അഴിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. യെശയ്യായുടെ പ്രവചനം 58 അധ്യായം 6 തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 58 വേഴ്സ് 6, 6 തിരുവചനം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും, നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും, മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും, എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു. ഉപവാസം കണ്ടോ? എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന? ഉപവാസം. വചനം പഠിപ്പിക്കുകയാണ്. ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കുക, ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കുക. പറഞ്ഞേ ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കുക. പറഞ്ഞേ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, നുകത്തിന്റെ കയർ അഴിക്കുക, നുകത്തിന്റെ കയറുകൾ അഴിക്കുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കുക, നുകങ്ങൾ ഒടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊടിക്കുക? നഖങ്ങളല്ല, നുകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെ അതിനെ ഒടിക്കുക, ഭാരത്തെ മാറ്റണം. ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഭാരപ്പെട്ട് ഓർത്തോണ്ടിരിക്കും. ചിലരെ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ ഓർത്തോണ്ടിരിക്കും. അയ്യോ പണ്ടെനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ. ഇതിങ്ങനെ ഓർത്തോണ്ടിരിക്കും. ഇല്ലെങ്കിൽ ചില ദുശീലങ്ങൾ ഉള്ളിൽ കിടക്കുന്നു, ഭാരം ഇങ്ങനെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അനേക തരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്, അടിച്ചമർത്തപ്പെട്ട അവസ്ഥയുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം വേണം. ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ഈ ലൂക്കാസ് വിശേഷം 4 അധ്യായത്തിൽ അതിന്റെ 21 തിരുവചനം ഒന്ന് വായിച്ചേ. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 21. 4 അധ്യായം നമ്മൾ നേരത്തെ വായിച്ച വചനത്തിന്റെ തുടർച്ചയാണ്. 4 അധ്യായം അതിന്റെ 21 തിരുവചനം പറയുന്നു, അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ. അതാണ് വചന ശുശ്രൂഷയുടെ പ്രത്യേകത. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ഇത് സംഭവിക്കുന്നു. ഉച്ചത്തിൽ പറ ആമേൻ, ആമേൻ. ഭർത്താവ് അപ്രതീക്ഷിതമായി ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയ ഒരു സ്ത്രീ കോട്ടാശ്രമത്തിൽ വന്നു. വീടിനടുത്തുള്ളൊരു സ്ത്രീ കൂട്ടിക്കൊണ്ടുവന്നതാ. കുറേ നാളായിട്ട് വീടിൻ്റെ അകത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കുക, ആരോടും മിണ്ടിയാല. ഭർത്താവിൻ്റെ മരണം താങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നുള്ള ചോദ്യങ്ങളുണ്ട്. പള്ളിയും പ്രാർത്ഥനയൊക്കെ ഈ സ്ത്രീ നിർത്തി. കാരണം ഇതെന്നാ മര്യാദയില്ലാത്ത പരിപാടിയാ. ദൈവത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ആളെ എടുത്തോണ്ട് പോകാവോ? കുറേ ചോദ്യങ്ങൾ, കുറേ ഭാരങ്ങൾ. അപ്പോൾ വീടിനടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വാ. അങ്ങനെയാണ് പോട്ടാശ്രമത്തിൽ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് പരിശുദ്ധ കുർബാനയും വചന ശുശ്രൂഷയും ഇങ്ങനെ ഇരുന്ന് കേൾക്കുക. പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അൾത്താരയിൽ ശുശ്രൂഷ നടത്തുന്ന വൈദികനിതാ വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ ഉള്ളിൽ നീറുന്ന ദുഃഖമാണ്. ജീവിത പങ്കാളി മരിച്ചുപോയതിൻ്റെ ദുഃഖം. എന്നാൽ ആ ജീവിത പങ്കാളി ഇപ്പോൾ ആ സഹോദരിയുടെ ശിരസിന് മുകളിൽ നിന്ന് ആ സഹോദരിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട മാത്രയിൽ ഞാൻ ഈ പറഞ്ഞ സഹോദരി വിശ്വസിച്ചു, യെസ്, എന്നെ കുറിച്ചാണ്. കർത്താവിന് എന്നെ മനസ്സിലായി. എന്നെ മനസ്സിലായി. എൻ്റെ ജീവിത പങ്കാളി മരിച്ചുപോയി, പക്ഷേ സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആ സ്ത്രീക്ക് കിട്ടിയ ഉണർവും ഉന്മേഷവും ഈ പോട്ടാശ്രമത്തിൽ തിരിച്ചു പോകുമ്പോൾ വന്ന പോലെയല്ല തിരിച്ചു പോയത്. മറിച്ച് വലിയ അഭിഷേകത്തോടുകൂടി സന്തോഷത്തോടുകൂടെ പോയി. എന്താ? ആ സ്ത്രീക്കൊരു ബോധ്യം കിട്ടി, എൻ്റെ ജീവിത പങ്കാളി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു.
അന്തോനിസ് പുണ്യവാളനോട് പ്രാർത്ഥിക്കുന്നത് പോലെ, യൂദാ തദേവുസിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും. ആ സ്ത്രീക്ക് കിട്ടിയ വലിയൊരു ബോധ്യം. അതാ വചനം പറയുന്നത്, നിങ്ങൾ ഇത് കേട്ടിരിക്കെ തന്നെ ഇത് നിന്നിൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18 പ്രഖ്യാപിക്കുന്നതനുസരിച്ച് ഈ വചനത്തിന്റെ ശക്തി നമ്മിൽ നിറയും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ പറഞ്ഞ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരാധന, 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 ആരാധന. ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഓ കർത്താവേ, എന്നിലത് സംഭവിക്കട്ടെ, എന്നിലത് സംഭവിക്കട്ടെ കർത്താവേ, എന്നിലത് സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ ഇടപെടുന്ന സമയമാണ്. യെസ്, പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയമാണ്. ഓരോ മേഖലകളിലും പരിശുദ്ധാത്മാവ് ശക്തമായ ബോധ്യങ്ങൾ ഈ സമയം നൽകുന്നു. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇന്ന കാര്യങ്ങൾ നിന്റെ ആത്മീയ മേഖലയിൽ ശ്രദ്ധിക്കണമെന്ന് ചിലരോട് കർത്താവ് ഇതാ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ഭരിക്കുന്നു. എല്ലാം തകർന്നുവെന്ന് ചിന്തിക്കേണ്ട. ഒരു സഹോദരനോടാണ് കർത്താവ് പറയുന്നത്, എല്ലാം തകർന്നുവെന്ന് ചിന്തിക്കേണ്ട. നിന്റെ ബുദ്ധി അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കും. ആയതിനാൽ എൻ്റെ സഹോദര, എല്ലാം തകർന്നു തീർന്നു, ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കേണ്ട. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ താളം മാറും, ഗതി മാറും. നീ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിക്കാൻ തയ്യാറാവണം. ഒരു വിവാഹ മോചനം അതിനെക്കുറിച്ച് ചർച്ചയും വലിയ തരത്തിലുള്ള ഭാരവുമൊക്കെയുള്ള ഒരു കുടുംബം ഓൺലൈനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നു. കർത്താവേ, ഇതാ നിന്റെ ശക്തി ഈ കുടുംബത്തിൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തിലെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചയും അപ്രകാരമുള്ള ആലോചനകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ആ ഭാര്യ ഭർത്താക്കന്മാരുടെ സംശയ പ്രകൃതി മാറട്ടെ, തെറ്റിദ്ധാരണ മാറട്ടെ, കർത്താവിൻ്റെ ആത്മാവ് ഇടപെടട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം ഏതെങ്കിലും കുടുംബങ്ങളിൽ അപ്രകാരമുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അതിശക്തമായി ഇടപെടുന്നു. നിന്റെ കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്നു. വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഓരോരുത്തരും അത് ഏറ്റെടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പള്ളിയിൽ പോകാൻ പറ്റാതെ പ്രാർത്ഥിക്കാൻ പറ്റാതെ ചിലരുണ്ടാവും. ഒരുപക്ഷെ വിദേശത്തൊക്കെ പോയിട്ടുള്ളവരാവും. അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ചില പ്രശ്നങ്ങൾ കെട്ട് കഴിയുന്നവരുണ്ടാവും. നമ്മുടെയൊക്കെ ചില വീടുകളിൽ ചിലർ വീടിൻ്റെ അകത്ത് അടച്ചിരിപ്പുണ്ടാവും. പള്ളിയും പ്രാർത്ഥനയൊന്നും വേണ്ട, വലിയ ഭാരത്തിൽപ്പെട്ട് കഴിയുന്നവരുണ്ടാവും. നിങ്ങൾ ഈ സമയത്ത് അവരെ ഒന്ന് ഓർത്തേ. കർത്താവെ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഭാരപ്പെട്ട് ദൂരങ്ങളിലുള്ളവരും അവരായിരിക്കുന്നിടങ്ങളിൽ കർത്താവ് നിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആരാധന
ആരാധന യേശുവേ ആരാധന 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 രക്ഷകാരാധന